ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവരിൽ നിന്ന് ഒഴുകപ്പെടുന്ന സൗഖ്യവും അനുഭവിച്ചറിയുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസ് ശ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: സഹോദരരെ, നിങ്ങളെ പരീക്ഷിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചതുപോലെ പരിഭ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമെന്നും അത് പെട്ടെന്ന് എന്തോ സംഭവിച്ചതുപോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. തുടർന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ, ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുകയും, ക്രിസ്തുവിൻ്റെ പീഡകളിലാണ് ഞാൻ പങ്കാളിയാകുന്നത് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുക. വീണ്ടും പറയുകയാണ്, അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മൾ അത്യധികം ആഹ്ലാദിക്കും. അപ്പോൾ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മൾ അത്യധികം ആഹ്ലാദിക്കും. കാരണം നമ്മൾക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾക്ക് ആനന്ദിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആഹ്ലാദിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നിരാശരായി മാറുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഭാരം വഹിക്കുന്നവൻ, എൻ്റെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവൻ ഒരുവനുണ്ട്, അവൻ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മുടെ ഇപ്രകാരം പറയുന്നുണ്ട്: യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പീഡകൾ സഹിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിക്കുവിൻ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആനന്ദിക്കുവിൻ. നിങ്ങൾ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയായിട്ടോ നിങ്ങൾ പീഡനമേൽക്കുവാൻ ഇടവരരുത്. 4 കാര്യങ്ങളാണ് പറയുക. അതായി പറഞ്ഞത്, കൊലപാതകിയോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയിട്ട്, മോഷ്ടാവോ ആയിട്ട് നിങ്ങൾ പീഡ സഹിക്കാൻ ഇടവരരുത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പീഡകൾ സഹിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിക്കണം. പ്രൈസ് ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ അത് ദൈവചിന്തയോടെ യേശുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് നമുക്ക് വെക്കാം. അവൻ നമ്മളെ കൈപിടിച്ചുയർത്തും. അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യും. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന, പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിലെല്ലാവരും പനിയുടെയും അസ്വസ്ഥതയുടെയും പിടിയിൽ മുറിയിരിക്കുക. ഈശോയെ, ഇതുപോലെ വേദനിക്കുന്ന പകർച്ചവ്യാധി ബാധിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.